ബഹുമാനപ്പെട്ട സ്പീക്കർ സാർ, അങ്ങും മുഖ്യമന്ത്രിയും കക്ഷി നേതാക്കളും എല്ലാം ഇവിടെ പ്രകടിപ്പിച്ച അഭിപ്രായത്തോട് ഞാൻ യോജിക്കുക. നാം ഇന്ന് കേരള ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ല് കൂടി പിന്നിടുകയാണ്. ഐക്യകേരളം 60 ആണ്ട് പിന്നിടുന്നതിൻ്റെ നിറവും ദിനവും പ്രകാശം ചൊരിയുന്ന സന്ദർഭമാണിത്. ഐക്യകേരളത്തിന് മുമ്പുള്ള നാളുകൾക്കും കേരളപ്പിറവിയുടെ ധന്യമുഹൂർത്തത്തിനും പിന്നീട് കേരളം മുന്നേറിയ ചരിത്രത്തിൻ്റെ കയറ്റിറക്കങ്ങൾക്കും സാക്ഷിയും സഹായിയുമാകാൻ അവസരം ലഭിച്ചയാളാണ് ഞാൻ. കേരളപ്പിറവിക്കും മുമ്പുള്ള നാളുകളിൽ നമുക്ക് 3 ചരിത്രമായിരുന്നു. വഴികളും സഞ്ചാരവും 3 ദിശയിലേക്കായിരുന്നു. ഇവിടുത്തെ മനുഷ്യർക്ക് ആ വാക്കിൽ മാത്രമായിരുന്നു യോജിപ്പ്. ദുരാചാരങ്ങളുടെ വേലിക്കെട്ടുകളായിരുന്നു എങ്ങും. ദുർനീതികളുടെ മുൾ വഴികളും ആയിരുന്നു എവിടെയും. കവി പാടിയതുപോലെ നരന് നരൻ അശുദ്ധ വസ്തു ആയിരുന്നു. സർ, ഇവിടെ നിന്നാണ് നാം കേരളപ്പിറവിയുടെ പുലർകാലത്തിലേക്ക് എത്തപ്പെട്ടത്. ഒരുപാട് മനുഷ്യരുടെ സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പോരാട്ടങ്ങളുടെയും ഒടുവിലായിരുന്നു അതുണ്ടായത്. ആ ചരിത്രത്തിൽ നവോത്ഥാന നായകരുണ്ട്, കവികളും കലാകാരന്മാരുമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പോരാളികളുണ്ട്. ഒത്തിരി മഹാമനുഷ്യരുടെ ചോരയും പ്രാണനുമുണ്ട്. ഇതിൻ്റെ എല്ലാം ഈടുവയ്പ്പിന് മുകളിലാണ് നാം 60 ആണ്ടുകൾക്ക് മുമ്പ് കേരളം എന്ന പ്രിയപ്പെട്ട നമ്മുടെ നാടിനെ പ്രതിഷ്ഠിച്ചത്. പിന്നീട് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ താങ്ങും തണലും ഏറ്റാണ് കേരളം ചരിത്രത്തിൻ്റെ നേർക്ക് നെഞ്ചുവിരിച്ചത്. അത് രാജ്യം മാത്രമല്ല, ലോകമാകെ അത്ഭുതത്തോടും ആഹ്ലാദത്തോടും കൂടിയാണ് കണ്ടത്. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വിദ്യാഭ്യാസം, സാമൂഹ്യ ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളിലും പുതിയൊരു ഉണർവ്, ഊർജപ്രവാഹം. പക്ഷേ അതൊരു നിലയ്ക്കാത്ത ഊർജപ്രവാഹമായി മുന്നേറാൻ പ്രതിലോമ ശക്തികൾ അനുവദിച്ചില്ല എന്നത് 60 ആണ്ടിൻ്റെ ചരിത്രത്തിനിടയിലെ കളങ്കമായി മാറി. എന്നാൽ പിന്നീട് നാം മുന്നേറി സമ്പൂർണ്ണ സാക്ഷരത നേടി രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ നാം ഞെട്ടിച്ച് അധികാര വികേന്ദ്രീകരണത്തിന് ജനകീയ ആസൂത്രണത്തിൻ്റെ കിന്നരികൾ നാം തുന്നിച്ചേർത്തു. അതുവഴി പ്രാദേശിക വികസനത്തിന് പുതിയ സാധ്യതകളും നാം കണ്ടെത്തി. ഇപ്പോൾ 60 ആണ്ടിൻ്റെ പക്വതയിലേക്കാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതൊരു കണക്കെടുപ്പിൻ്റെ കൂടി സമയമാണോ? 60 വയസ്സിൻ്റെ പക്വതയിൽ എത്തുമ്പോൾ നാം വല്ലാതെ പകച്ചു നിൽക്കേണ്ട സ്ഥിതിയാണോ? സർ, ഇന്നലെയാണ് നാം ഈ സഭയിൽ കേരളത്തിൻ്റെ വളർച്ചയെപ്പറ്റി സംസാരിച്ചത്. 3000 മില്ലിമീറ്റർ മഴയുടെയും 44 നദികളുടെയും ജലസമൃദ്ധിയിൽ അഭിമാനം കൊണ്ട നമുക്ക് ഇന്ന് അതിന് കഴിയുന്നില്ല. പുഴകളും മലകളും പൂവനങ്ങളും നമുക്ക് കിട്ടിയ സ്ത്രീധനമായിട്ടാണ് കവി പാടിയത്. പക്ഷേ നാം അതെല്ലാം കട്ടുമുടിച്ചു. പർവ്വതനിരയുടെ പനിനീര് എന്ന് പെരിയാറിനെ വാഴ്ത്തിയ കവിയോട് നാം എന്താണ് പറയുക? പമ്പ നമ്മുടെ പുണ്യനദി എന്ന് പാടിയ കവിഭാവനയോടും നമുക്ക് മാപ്പ് ചോദിക്കേണ്ടിയിരിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്ന്, ആന്ധ്രയിൽ നിന്നും ഇങ്ങോട്ട്
ട്രക്കുകൾ വരാറായാൽ നമ്മുടെ കഞ്ഞുകുടി പോലും മുട്ടുന്ന സ്ഥിതിയാണ്. സർ, ഇത്തരമൊരു ദുസ്ഥിതിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് 2 പതിറ്റാണ്ടിന് മുമ്പ് ഇവിടുത്തെ കർഷക തൊഴിലാളികൾ നെൽവയൽ സംരക്ഷണ സമരം നടത്തിയത്. എന്നാൽ ആ സമരത്തിന് പിന്നിലെ മനുഷ്യസ്നേഹപരമായ ദീർഘവീക്ഷണം ആരും കണ്ടില്ല. പ്രതോലോമ ശക്തികളും പല പണ്ഡിത ശ്രേഷ്ഠന്മാരും അവരെ വെട്ടിനിരത്തൽ സമരമെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയായിരുന്നു. ആ സമരത്തിൻ്റെ ഉദ്ദേശശുദ്ധി കേരളം ഒന്നടങ്കം മാനിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ കുടിവെള്ളം കിട്ടാതാകുന്ന ഇന്നത്തെ ഈ അവസ്ഥ ഇത്രത്തോളം ഭീകരമാകുമായിരുന്നില്ല. ഇന്നിപ്പോൾ നമുക്ക് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെപ്പറ്റി വീണ്ടും ആലോചിക്കേണ്ടി വന്നിരിക്കുന്നു എന്നും ഓർക്കണം. സർ, മാധ്യമങ്ങൾക്ക് കോടതികളിൽ വിലക്ക് കൽപ്പിച്ചിരിക്കുന്ന അത്യന്തം ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് നാം കേരളപ്പിറവിയുടെ 60 വർഷം ആഘോഷിക്കുന്നത് എന്ന വൈചിത്ര്യവും നാം കണ്ടിരുന്ന് നടിക്കരുത്. പത്രസ്വാതന്ത്ര്യത്തിന് വേണ്ടി 3.5 നൂറ്റാണ്ട് മുമ്പ് മുതലേ വാദിച്ച ചരിത്രമാണ് മനുഷ്യരാശിയുടേത്. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് 21ാം നൂറ്റാണ്ടിൽ വലിയ കുതിപ്പുകളിലേക്ക് തയ്യാറായി നിൽക്കുന്ന കേരളത്തിൽ മാധ്യമങ്ങളുടെ വായി മൂടിക്കെട്ടാൻ ശ്രമിക്കുന്നത്. അതും നീതിയും ന്യായവും നടപ്പിലാക്കാൻ ചുമതലപ്പെട്ടവർ തന്നെ മാധ്യമങ്ങളെ ആട്ടിയോടിക്കുന്നു എന്നത് വിരോധാഭാസമാണ്. ഏതെങ്കിലും ചില അഭിഭാഷകരുടെ ദുർവാശിയിൽ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് തന്നെ കളങ്കമേൽപ്പിക്കുന്ന നടപടി തുടരുന്നത് ആർക്കും ഭൂഷണമല്ല. സർ, നമ്മുടെ സഭയിലെ 1 or 2 സാമാജികർ മാധ്യമങ്ങളുമായി തർക്കമുണ്ടാക്കിയാൽ അതിൻ്റെ പേരിൽ സഭയിലെ പ്രസ് ഗാലറിയിലേക്ക് മാധ്യമപ്രവർത്തകരെ കയറ്റില്ലെന്ന് തീരുമാനിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെ അസംബന്ധമല്ലേ ചുരുക്കം ചില അഭിഭാഷകരുടെ കാർക്കശ്യത്തിന് മുന്നിൽ നമ്മുടെ നീതിനിർവഹണ സംവിധാനത്തിൻ്റെ വാതിലുകൾ പൂർണ്ണമായി കൊട്ടിയടയ്ക്കപ്പെടുന്നത്. ഈ സ്ഥിതി തുടർന്നാൽ പണ്ടൊരു കലാകാരൻ പറഞ്ഞതുപോലെ നാം നാളെയുടെ നാണക്കേട് എന്ന ചരിത്രം വിലയിരുത്തുന്ന സ്ഥിതി ഉണ്ടാകും. അതുകൊണ്ട് കേരളപ്പിറവിയുടെ 60ാം വാർഷികത്തിലെ നന്മകൾ ഉൾക്കൊണ്ട് ഈ അസംബന്ധ പ്രവണത അവസാനിപ്പിക്കാൻ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസും മറ്റ് ന്യായാധിപന്മാരും അടക്കമുള്ള ബന്ധപ്പെട്ടവരെല്ലാം തന്നെ മുന്നിട്ടിറങ്ങണം. വഞ്ചി തിരുനക്കര തന്നെ എന്ന അവസ്ഥ അടിയന്തരമായി ഇല്ലാതാക്കണം. സർ, ജാതിമത കാർക്കശ്യങ്ങളുടെ എല്ലാ കാലുഷ്യങ്ങളെയും പരാജയപ്പെടുത്തിയാണ് നാം സഞ്ചരിച്ചു മുന്നേറിയത്. എല്ലാ അസംബന്ധ പ്രവണതകളോടും വിട പറഞ്ഞ് നാം 60ൻ്റെ നിറവിൽ എത്തിയതും അങ്ങനെയാണ്. എന്നാൽ ഇതിനെ പിന്നോട്ടടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു, അത് നാം കാണാതിരുന്നുകൂടാ. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം മന്ത്രി ശ്രീ KT ജലീൽ ശബരിമലയിൽ എത്തിയതുമായി ബന്ധപ്പെട്ട് ചിലർ ഉയർത്തിയിരിക്കുന്ന അസംബന്ധ ആക്ഷേപങ്ങൾ അതിന് തെളിവാണ്. അതുകൊണ്ട് 60 ആഘോഷം വേളയിലും നാം ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. സർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. കേരളത്തെ നമുക്കിനിയും ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. നിലവിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമുക്ക് മുറിച്ചു കടക്കുക തന്നെ വേണം. അതിന് എല്ലാ തരത്തിലും ശേഷിയും പ്രതിബദ്ധതയുമുള്ള LDF സർക്കാരാണ് ഇന്നുള്ളത് എന്നൊന്ന്
കൂടുതൽ പ്രതീക്ഷ ഉളവാക്കുന്നതാണ്. അതിന് എല്ലാവരുടെയും പിന്തുണയും സഹായവും ഉണ്ടാകണം എന്നതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കേരളം വളരുന്നു. പശ്ചിമഘട്ടങ്ങളെ കയറിയും കടന്നും ചൈതന്യമാം ദേശങ്ങളിൽ എന്ന് കവിവാക്യം നാം ഏത് നിലയിലും എല്ലാ നിലയിലും സാർത്ഥകമാക്കാൻ നമുക്ക് കഴിയണം. അതിന് ഊർജവും ഉന്മേഷവും പകരുന്നതാകട്ടെ നമ്മുടെ വജ്രകേരളം പരിപാടികൾ. കേരളപ്പിറവിയുടെ വജ്ര ജൂബിലി ആഘോഷങ്ങൾക്കും അതിൻ്റെ ഭാഗമായി ഉള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും സർവ്വവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.